ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലീനിയർ ആൾജിബ്ര എന്ന പേപ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്തായിരുന്നു മക്കളെ ആ ടോപ്പിക് എന്ന് പറയുന്നത്? റിയൽ വെക്ടർ സ്പേസസാണ്. വെക്ടർ സ്പേസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ സംസാരിക്കുന്നുണ്ട്. അതായത് എന്താണ് ഒരു വെക്ടർ സ്പേസ് എന്നും ആ വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിളുകളും അതുപോലെ സബ് സ്പേസ്, ബേസസ് ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലീനിയർ ആൾജിബ്രയുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെക്ടർ സ്പേസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ വെക്ടർ സ്പേസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമ്പിളുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നോക്കിക്കോ, നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. നോക്കി ശ്രദ്ധിച്ചോ കേട്ടോ, വലിയ ഡെഫിനിഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, വലിയ ഡെഫിനിഷനാണ് വെക്ടർ സ്പേസിൻ്റെ കൊടുത്തത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ശ്രദ്ധിച്ചോ കേട്ടോ. ലെറ്റ് വി ബി ആൻ ആർബിട്രറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ആ ഒരു നോൺ എംപ്റ്റി സെറ്റിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ ഓപ്പറേഷൻ വിളിക്കുന്നത് അഡിഷൻ എന്നും രണ്ടാമത്തെ ഓപ്പറേഷൻ വിളിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ നമ്പർ കോൾഡ് സ്കേലാർ അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അഡിഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് 2 എലമെൻറ്റ്സ് എടുത്തു, യു ആൻഡ് വി എന്ന് പറഞ്ഞ 2 എലമെൻറ്റ്സ് എടുത്തു. അപ്പം യു പ്ലസ് വി ആണ് നമ്മൾ അഡീഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സം ഓഫ് യു ആൻഡ് വി. നോർമലി നമ്മൾ പറയാറുള്ള അഡീഷൻ തന്നെയാണ്. ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ റിയൽ നമ്പറിൽ നിന്ന് എടുക്കുന്നു, ആൻഡ് യു എന്ന് പറയുന്ന ഒരു വെക്ടർ, ഒരു എലമെൻറ്റ് വിയിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് കെ യു ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് മക്കളെ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വി എന്ന് പറയുന്ന ഈ സെറ്റിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തു. ഒന്നാമതായിട്ട് അഡിഷനും രണ്ടാമതായിട്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. ഇനി ഈ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും താഴെ പറയുന്ന 10 ആക്സിയംസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീൻ എന്ത് വിളിക്കാൻ പറ്റും? വെക്ടർ സ്പേസ് എന്ന് പറയാൻ പറ്റും. ഏതൊക്കെയാണ് ആക്സിയംസ് എന്ന് നോക്കിക്കോട്ടെ മക്കളെ. അതായത് ഫസ്റ്റത്തെ ആക്സിയം എന്ന് പറയുന്നത് യുവും വിയും എന്ന് പറയുന്നത് വീൽ എലമെൻ്റ് ആണെങ്കിൽ യു പ്ലസ് വി എന്ന് പറയുന്നത് എന്താവണം? വീൽ എലമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പറയുന്നത് ക്ലോസ്ഡ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ക്ലോസ്ഡ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. എന്താ ക്ലോസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ? അതായത് യു വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസിലുള്ള അല്ലെങ്കിൽ വി എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന എലമെൻറ്റും എവിടെ ഉണ്ടാവണം? അതേ സെറ്റിൽ തന്നെ ഉണ്ടാവണം. സോ ക്ലോസ്ഡ് പ്രോപ്പർട്ടി പറയാൻ പറ്റും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ആണെന്ന് കാണിക്കണം. മൂന്നാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. 3 എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സമ്മ് വെച്ചുകൊണ്ട് അസോസിയേറ്റീവ് പറയുന്നു. നെക്സ്റ്റ് 4ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. നിങ്ങൾക്കറിയാം 0 ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നത്. അത് നമ്മൾ 0 വെക്ടർ എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, ഈ 0 എന്ന് പറയുന്ന എവിടെ ഉണ്ടാവണം? വീൽ ഉണ്ടാവണം. സച്ച് ദാറ്റ് 0 പ്ലസ് യു ഈക്വൽ ടു യു പ്ലസ് 0 ഈക്വൽ ടു യു എന്ന് കിട്ടണം ഫോർ ഓൾ യു ഇൻ വി. ഇതാണ് 4ാമത്തെ ആക്സിയം ആയിട്ട് വരുന്നത്. 5ാമത്തെ ആക്സിയം എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഏതൊരു എലമെൻറ്റ് യു നിങ്ങൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവണം? മൈനസ് യു എന്ന് പറയുന്ന എവിടെ ഉണ്ടാവണം? വീൽ ഉണ്ടാവണം. സച്ച് ദാറ്റ് അതിനെ വിളിക്കുന്നത് നെഗറ്റീവ് ഓഫ് യു എന്നാണ് വിളിക്കുന്നത്. സോ എങ്ങനെ ഉണ്ടാവണം? യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു മൈനസ് യു പ്ലസ് യു എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഐഡൻറ്റിറ്റി ആവണം അല്ലെങ്കിൽ 0 ആവണം. ഈ 5 ആക്സിയംസ് എന്താണ്? റിലേറ്റഡ് വിത്ത് അഡിഷൻ ആണ്. അഡിഷനുമായി ബന്ധപ്പെട്ടാണ് ഈ 5 ആക്സിയംസ് ഉള്ളത്. ഇനി നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത 5 ആക്സിയംസ് നോക്കാം. അപ്പോൾ 2 ഓപ്പറേഷൻസാണ് നമ്മൾ വി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തത്, അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ അഡിഷനുമായി ബന്ധപ്പെട്ട് ഈ 5 ആക്സിയംസ് ഫോളോ ചെയ്യണം. ഫസ്റ്റത്തെ എന്താ? ക്ലോസ്ഡ് ആവണം. രണ്ടാമതായിട്ട് കമ്മ്യൂട്ടേറ്റീവ് ആവണം. മൂന്നാമതായിട്ട് അസോസിയേറ്റീവ് ആവണം. 4ാമതായിട്ട് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. 5ാമതായിട്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. ഈ 5 ആക്സിയംസ് അഡിഷൻ്റെ കേസിൽ സാറ്റിസ്ഫൈഡ് ആവണം. ഇനി അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും 5 ആക്സിയംസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ക്ലോസ്ഡ്നെസ് ആണ്. അതായത് യു എന്ന് പറയുന്നത് വെക്ടർ ആണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ് വിയിലുള്ള. കെ എന്ന് പറയുന്നത് സ്കേലാർ ആണെങ്കിൽ കെ യു എന്ന് പറയുന്ന എവിടെ തന്നെ ഉണ്ടാവണം? അതേ വിയിൽ തന്നെ ഉണ്ടാവണം.
ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. കെ ഇൻറ്റു യു പ്ലസ് ബി എന്ന് പറയുന്നത് കെ യു പ്ലസ് കെ ബി ആവണം. ആൻഡ് അടുത്തത് സ്കേലാർ വെച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതായത് കെ പ്ലസ് എം ഇൻറ്റു യു ഈക്വൽ ടു കെ യു പ്ലസ് എം യു ആവണം. ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ എന്താ പറയുക അസോസിയേറ്റഡ് പറയുന്നതാണ് കെ ഇൻറ്റു എം യു ഈക്വൽ ടു കെ എം ഇൻറ്റു യു ആവണം. ആൻഡ് 1 യു ഈക്വൽ ടു യു ആണ്. 1 എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഈ 5 ആക്സിയംസും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? ഇതാണ് എന്ത് പറയാം, വി എന്ന് പറയുന്ന ആ ഒരു സെറ്റിന് നമുക്കൊരു വെക്ടർ സ്പേസ് ആയിട്ട് പറയാം അണ്ടർ ദ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ക്ലിയർ ആയോ? ഈ 10 ആക്സിയംസ് ഉണ്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അഡിഷൻ്റെ കേസിലും 5 ആക്സിയംസ് ഫോളോ ചെയ്യണം. ക്ലിയർ ആയല്ലോ മക്കളെ? നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ദ സീറോ വെക്ടർ സ്പേസ് ആണ്. സീറോ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ സീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീറോ എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമുള്ള വെക്ടർ സ്പേസ്. അതായത് അതിന് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാട്ടോ മക്കളെ, ശ്രദ്ധിച്ചോ. അതായത് വി എന്ന് പറയുന്ന ഫസ്റ്റത്തെ അല്ലേ, വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഞാൻ എടുക്കുന്നത് സെറ്റ് 0 ആണ്. അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? 0 എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം? ഇവിടെ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അഡിഷൻ ഡിഫൈൻ ചെയ്യുക. അഡിഷൻ എന്താ വരിക? അഡിഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു എലമെൻ്റ് ഉള്ളൂ അല്ലേ, അതിനോട് തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 0 അല്ല കിട്ടുക ആണ്. ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനോ ഏതെങ്കിലും ഒരു സ്കേലാർ എടുക്കുക. കെ എന്ന് പറയുന്ന സ്കേലാർ എടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 തന്നെ അല്ലേ വരിക ആണ്. സോ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോ, ഇത് എന്ത് വേണം? നമ്മളുടെ എല്ലാ ആക്സിയംസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നോക്കിക്കേ, ഫസ്റ്റ് വേണ്ടത് ക്ലോസ്ഡ്നെസ്സാണ്. ക്ലോസ്ഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്സ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെക്ടർ സ്പേസിൽ എലമെൻറ്റ് കിട്ടണം. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 0 എന്ന് പറയുന്നത് വിയിലുള്ള എലമെൻ്റ് അല്ലേ? ആണല്ലോ, 0 എന്ന് പറയുന്നത് വിയിലുള്ള എലമെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ക്ലോസ്ഡ്നെസ് കിട്ടി. ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ക്ലോസ്ഡ്നെസ് പറയാൻ പറ്റും. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അതുപോലെ തന്നെ അഡിഷൻ്റെ കേസിലും 0 വെക്ടർ സ്പേസ് എന്താണ് മക്കളെ? ക്ലോസ്ഡ് ആണ്. ഇനി ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി പറയണം. കമ്മ്യൂട്ടേറ്റീവ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 0 + 0 തിരിച്ചിട്ടാലും 0 + 0 ആണ്. യു വിൽ ഗെറ്റ് 0. ആൻഡ് അസോസിയേറ്റീവ് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ 0 + അതും അസോസിയേറ്റീവ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അഡിറ്റീവ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. എന്താ ആക്ച്വലി അഡിറ്റീവ് ഐഡൻറ്റിറ്റി? 0 തന്നെയല്ലേ? ആ 0 അവിടെ ഉണ്ടല്ലോ. സോ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. അതായത് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ -0 ഉണ്ടാവണം. ഈ -0 എന്ന് പറയുന്നത് ശരിക്കും 0 തന്നെയല്ലേ? 0ക്കും പ്ലസും മൈനസും പറയാറില്ല. സോ എന്തുണ്ട്? അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ ക്ലോസ്ഡ്നെസ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കാണിക്കേണ്ടത് എന്താ? ഒരു സ്കേലാർ എടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു യു പ്ലസ് യു അല്ലെങ്കിൽ കെ ഇൻറ്റു 0 + 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇത് എന്താ വരിക? കെ ഇൻറ്റു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ 0 എന്ന് വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഇതിനെ കെ ഇൻറ്റു 0 + കെ ഇൻറ്റു 0 എന്ന് എഴുതി കൂടെ എഴുതാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സോ ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് 10 ആക്സിയംസും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റും. അതായത് 0 മാത്രം വരുന്ന ഈ ഒരു സെറ്റ് ഇതെന്തായിരിക്കും മക്കളെ? ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? 0 വെക്ടർ സ്പേസ് എന്നുള്ളത്. 0 മാത്രമാണ് നമ്മളുടെ സെറ്റിൽ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്സിയംസ് പറയേണ്ട ആവശ്യമില്ല, ഒക്കെ ട്രിവിയൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത്. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ, 0 വെക്ടേഴ്സ്. അപ്പോൾ സെറ്റ് 0 എന്ന് പറയുന്ന സെറ്റ് എന്താണ് മക്കളെ? അഡിഷൻ്റെയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും കേസിൽ എന്താണത്? അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് Rn എന്ന് പറയുന്ന സെറ്റാണ്. Rn ഈസ് എ വെക്ടർ സ്പേസ്. നോക്കാം. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുക്കുന്നത്, വി എന്ന് പറയുന്നത് Rn ആണ്. ഈ Rn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ക്രോസ് പ്രൊഡക്റ്റ് ആർ കോസ് എക്സെട്ര n ടൈംസ് ആറിൻ്റെ ക്രോസ് എടുക്കുക, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് n ട്രിപ്പിളായിട്ട് എഴുതാൻ പറ്റും നമുക്ക്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു യു എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് Rnൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ഇസ് ബിലോങ്സ് ടു Rn, ദെൻ നമുക്കതിനെ എങ്ങനെ എഴുതാം മക്കളെ? യു എന്ന് പറയുന്നത് നമുക്ക് u1, u2, എക്സെട്ര un എന്ന് കിട്ടും.
ഇവിടെ u1 u2 എക്സെട്ര യുഎൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ ആദ്യത്തെ u1 നമ്മൾ എടുത്തത് ഫസ്റ്റത്തെ ആറിൽ നിന്ന്, രണ്ടാമത്തെ u2 എടുത്തത് സെക്കൻഡത്തെ ആറിൽ നിന്ന്, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ രൂപത്തിൽ ഉള്ള എലമെൻസുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Rn എന്ന് പറയുന്നത്. ഓക്കെ, ഈ Rn എന്ന് പറയുന്നതിൽ നമുക്ക് ആദ്യം എന്ത് ഡിഫൈൻ ചെയ്യണം? അഡിഷൻ ഡിഫൈൻ ചെയ്യണം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് അഡിഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. എന്താ വരിക? അഡിഷൻ, ഇവിടെയുള്ള Rnലുള്ള അഡിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ Rnൽ രണ്ട് എലമെൻറ്റ്സ് ഞാൻ എടുത്തു, അതായത് u പ്ലസ് വി എടുത്തു. u എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? u1 u2 എക്സെട്ര un പ്ലസ് വി എന്ന് പറയുന്ന വെക്ടറിന് നമുക്ക് v1 v2 എക്സെട്ര vn ഈ രൂപത്തിൽ എഴുതാമല്ലോ മക്കളെ. എസ് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കോ, u പ്ലസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 എക്സെട്ര കോമ un പ്ലസ് vn. ഇതാണ് ഇതിൻ്റെ u പ്ലസ് വി എന്ന് പറയുന്ന അഡിഷൻ. ആൻഡ് ഇതിൻ്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനോ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താ വരിക മക്കളെ? നോക്കിക്കേ, അതായത് കെ യു ആണ്. കെ യു എന്ന് പറഞ്ഞാൽ k ഇൻറ്റു u1 u2 എക്സെട്ര un, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ u1 കെ u2 എക്സെട്ര കെ un. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? ഈ രൂപത്തിലാണ് നമ്മൾ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നത്. എവിടെ? Rn എന്ന് പറയുന്ന സെറ്റിൽ. ഇനി ഈ ഒരു Rn എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യണം. വെക്ടർ സ്പേസ് ആണെന്ന് കാണിക്കാൻ ഫസ്റ്റ് കാണിക്കേണ്ട ആക്സിയം എന്താ? നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണിക്കേണ്ടത് അഡിഷൻ്റെ ക്ലോസ്ഡ്നെസ് ആണ്, അല്ലേ? അതായത് u പ്ലസ് വി, യുവും വിയും Rnൽ ഉണ്ടെങ്കിൽ u പ്ലസ് വി അവിടെ ഉണ്ടാവണം, Rnൽ ഉണ്ടാവണം. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ലെറ്റ് u കോമ വി ഈസ് ബിലോങ്സ് ടു Rn എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ u പ്ലസ് വി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? എന്താ u പ്ലസ് വി വരിക? u പ്ലസ് വി ഈക്വൽ ടു u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 എക്സെട്ര un പ്ലസ് vn. ഇതാണല്ലോ വരിക. ഇത് ആക്ച്വലി എന്ത് തന്നെയാണ് മക്കളെ? ഇത് n നമ്പേഴ്സ് ഉള്ള, അല്ലെങ്കിൽ n ട്രിപ്പിൾ എന്നുള്ളതുള്ളത് ആണല്ലോ. ഫസ്റ്റ്, സെക്കൻഡ് എക്സെട്ര nth ടേം. സോ അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ ഉണ്ടാവും? അങ്ങനെ n ട്രിപ്പിളുകളുടെ കളക്ഷനാണ് ആര് എന്ന് പറഞ്ഞാൽ? Rn എന്ന് പറഞ്ഞാൽ. സോ u പ്ലസ് വിയും എവിടെ ഉണ്ടാവും മക്കളെ? Rnൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈഡ് ആയി. ഇനി രണ്ടാമത്തെ ആക്സിയം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിനുവേണ്ടി u പ്ലസ് വി നമ്മൾ എടുക്കുന്നു. u പ്ലസ് വി എന്ന് പറഞ്ഞാൽ u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 എക്സെട്ര കോമ un പ്ലസ് vn. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള അഡിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ അഡിഷനാണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചെയ്താലോ? തിരിച്ച് എഴുതി കഴിഞ്ഞാൽ v1 പ്ലസ് u1 കോമ v2 പ്ലസ് u2 എക്സെട്ര vn പ്ലസ് un ഈ രൂപത്തിലെടുക്കാം. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഇത് v പ്ലസ് u ആയിട്ട് എഴുതൂടെ? അതായത് u പ്ലസ് വി എന്ന് പറയുന്നത് എന്തായി? v പ്ലസ് u ആയല്ലോ. സോ സെക്കൻഡ് ആക്സിയം എന്തായി മക്കളെ? സാറ്റിസ്ഫൈഡ് ആയി. ഇനി മൂന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്താണ് മക്കളെ മൂന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത്? നമ്മളുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ ഒരു വെക്ടറും കൂടെ കൺസിഡർ ചെയ്യാം. അതായത് u എടുത്തു, v എടുത്തു, w എന്ന് പറയുന്ന മറ്റൊരു വെക്ടറും കൂടെ കൺസിഡർ ചെയ്യാം. w നമുക്ക് എങ്ങനെ എഴുതാം? w1 w2 എക്സെട്ര wn. ഓക്കെ, സോ അഡിഷൻ നമ്മൾ നോർമലി അഡിഷൻ u പ്ലസ് വി ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അല്ലേ? സോ ഫസ്റ്റ് വരുന്നത് u പ്ലസ് വി പ്ലസ് w എന്ന് പറഞ്ഞാൽ u പ്ലസ് വി ഓൾറെഡി ഇവിടെ ഉണ്ട്. u പ്ലസ് വി എന്ന് പറഞ്ഞാൽ u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 എക്സെട്ര un പ്ലസ് vn. ദാറ്റ് ഈസ് പ്ലസ് w കൂടെ ഉണ്ടല്ലോ, അല്ലേ? സോ പ്ലസ് w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ w1 w2 എക്സെട്ര wn ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? u1 പ്ലസ് v1 പ്ലസ് w1 കോമ u2 പ്ലസ് v2 പ്ലസ് w2 കോമ എക്സെട്ര കോമ un പ്ലസ് vn പ്ലസ് wn ആണല്ലോ. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി ചെയ്താണെങ്കിൽ നമുക്കറിയാം നോർമൽ അഡിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? u1 പ്ലസ് ഞാൻ എഴുതുകയാണെങ്കിൽ v1 പ്ലസ് w1 എന്ന് എഴുതാം, കോമ u2 പ്ലസ് v2 പ്ലസ് w2 എന്ന് എഴുതാം, എക്സെട്ര കോമ un പ്ലസ്
യു എൻ പ്ലസ് ഡബ്ല്യു എൻ. ഈ രൂപത്തിൽ എഴുതാലോ. ഇതിന് നമ്മളൊന്ന് മാറ്റി ചെയ്താണെങ്കിൽ എങ്ങനെ എഴുതാം മക്കളെ? ഇതിന് ഫസ്റ്റ് എലമെൻറ്റ് യുയിൽ നിന്നാണ് പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് വി പ്ലസ് ഡബ്ല്യുയിൽ നിന്നാണ്. സോ യു വിൽ ഗെറ്റ് എന്താണ് ഇതാ എന്ത് കിട്ടി നമുക്ക്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നിന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമുക്കത് എന്ത് കാണിക്കണം? മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 0 ഈസ് ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുക. എന്താ 0 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു എൻ എലമെൻസുകൾ എന്തായാൽ മതി മക്കളെ? 0 ആയാൽ മതി. ഇങ്ങനെ എലമെൻറ്റ് ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. കാരണം ഓരോ റിയൽ നമ്പറിലും ആരുണ്ട്? 0 ഉണ്ട്. എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലും 0 ഉണ്ട്. സോ അവിടുന്ന് എല്ലായിടത്തും നമ്മൾ ഓരോ 0s എടുത്തിട്ട് n ടിപ്പിളാക്കി എഴുതി. സോ അങ്ങനെയാണെങ്കിൽ യു പ്ലസ് 0 എന്താ വരിക? യു എന്ന് പറഞ്ഞാൽ u1, u2, എക്സെട്ര un പ്ലസ് 0 0 0 എക്സെട്ര 0. സോ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? u1 പ്ലസ് 0, u2 പ്ലസ് 0 എക്സെട്ര un പ്ലസ് 0 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം u1, u2 എക്സെട്ര unകളൊക്കെ എന്താണ് മക്കളെ? റിയൽ നമ്പേഴ്സാണ്. 0 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. സോ റിയൽ നമ്പറിൻ്റെ കേസിൽ 0 എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. സോ യു വിൽ ഗെറ്റ് u1, u2, എക്സെട്ര un. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? u പ്ലസ് 0 ഈസ് ഈക്വൽ ടു u എന്ന് കിട്ടും. സോ എന്ത് കിട്ടി? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കിട്ടി. ഓക്കെ. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. സോ അഞ്ചാമത്തെ ആക്സിയം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വരിക? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. സോ നിങ്ങൾക്കറിയാം u ഇസ് ഈക്വൽ ടു u1, u2 എക്സെട്ര un എന്നാണല്ലോ വരുന്നത്. u1 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്, u2 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്, എക്സെട്ര un എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. എല്ലാ റിയൽ നമ്പർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ കളക്ഷൻ ഞാൻ എടുക്കുക. എന്താ വരിക? -u1, -u2 എക്സെട്ര -un. ഇതിന് എന്ത് കൊടുക്കുന്നു? -u എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഇത് എവിടെ ഉണ്ടാവും മക്കളെ? Rnലുള്ള എലമെൻ്റ് ആവുമല്ലോ. Rnൽ എലമെൻ്റ് ആവും. ഇത് രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കിക്ക് എന്താ കിട്ടുക? അതായത് u പ്ലസ് -u ഈസ് ഈക്വൽ എന്താ കിട്ടുക മക്കളെ? വരുമ്പോൾ u1 പ്ലസ് -u1, u2 പ്ലസ് -u2, എക്സെട്ര un പ്ലസ് -un എന്ന് കിട്ടും. നമുക്കറിയാം u1, u2 എക്സെട്ര unകളൊക്കെ റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ നെഗറ്റീവാണ് -u1, -u2 എക്സെട്ര -un എന്ന് പറയുന്നത്. സോ ഈ എലമെൻറ്റ് 0 വരും, ഇത് 0 വരും, എക്സെട്ര 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയി 0 എന്ന് കിട്ടി. സോ അഞ്ചാമത്തെ ആക്സിയം എന്തായി? ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഇനി എന്ത് വേണം? ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ എന്തുകൊണ്ട് പ്രൂവ് ചെയ്യണം? അതിൻ്റെ 5 ആക്സിയംസ് കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ആദ്യമായിട്ട് എഴുതി വെക്കുന്നു. ഇവിടെ മക്കളെ നോക്കിക്കേ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് KU ആണല്ലോ. KU എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? KU1, KU2 എക്സെട്ര KUN. ഇതാണല്ലോ വരുന്നത്. ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് ആക്സിയമായിട്ട് വരുന്നത് എന്തായിരുന്നു മക്കളെ? ക്ലോസ്ഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ക്ലോസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതെല്ലാം n ട്രിപ്പിൾ ആയതുകൊണ്ട് ദിസ് ഈസ് ബിലോങ്സ് ടു Rn ആണ്. സോ ഫസ്റ്റ് ആക്സിയം ഓൾറെഡി പ്രൂവ്ഡ് ആണ് അല്ലേ? ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയാൽ മതി. രണ്ടാമത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു? k ഇൻറ്റു u പ്ലസ് വി ഈക്വൽ ടു KU പ്ലസ് KV ആണ്. സോ നോക്കിക്കോ, u പ്ലസ് വി ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ k ഇൻറ്റു u പ്ലസ് വി കണ്ടുപിടിക്കുക. എന്താ വരിക? k ഇൻറ്റു u പ്ലസ് വി എന്ന് പറഞ്ഞാൽ u1 പ്ലസ് v1, u2 പ്ലസ് v2 എക്സെട്ര un പ്ലസ് vn എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? k ഇൻറ്റു u1 പ്ലസ് v1, k ഇൻറ്റു u2 പ്ലസ് v2 എക്സെട്ര k ഇൻറ്റു un പ്ലസ് vn എന്ന് കിട്ടും. സോ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? KU1 പ്ലസ് KV1, KU2 പ്ലസ് KV2 എക്സെട്ര KUN പ്ലസ് KVN എന്ന് കിട്ടും. സ്പ്ലിറ്റ് ചെയ്തോ? അപ്പോൾ എന്താ മക്കളെ കിട്ടുക? KU1, KU2, എക്സെട്ര KUN പ്ലസ് KV1, KV2, എക്സെട്ര KVN എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്താൽ മക്കളെ? ഇത് KU അല്ലേ? ഇത് KU ആണ്. പ്ലസ് ഇത് KV അല്ലേ? സോ KV ആണ്. സോ എന്ത് കിട്ടി? ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കണം? രണ്ട് കോൺസ്റ്റൻറ്റുകൾ കൺസിഡർ ചെയ്യണം. അതായത് k പ്ലസ് m ഇൻറ്റു u കാണണം.
അതായത് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ, കെ പ്ലസ് എം ഇൻറ്റു U1, U2 എക്സെട്ര UN. എന്താ മക്കളെ കിട്ടുക ഇവിടെ, നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ കെ പ്ലസ് എം ഇൻറ്റു U1, കെ പ്ലസ് എം ഇൻറ്റു U2 എക്സെട്ര കെ പ്ലസ് എം ഇൻറ്റു UN. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, KU1 പ്ലസ് MU1, KU2 പ്ലസ് MU2 എക്സെട്ര KUN പ്ലസ് MUN എന്ന് കിട്ടും. ഓക്കെ, സോ നോക്കിക്കേ എന്താ കിട്ടുക ഇവിടെ, വിച്ച് ഇസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ KU1, KU2 എക്സെട്ര KUN പ്ലസ് MU1, MU2 എക്സെട്ര MUN. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ KU ആയിട്ട് എഴുതാം പ്ലസ് ഇതിനെ MU ആയിട്ട് എഴുതാം. സോ സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രോപ്പർട്ടി നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ K ഇൻറ്റു MU ആണ്. MU എന്ന് പറഞ്ഞാൽ എന്താ വരിക, K ഇൻറ്റു MU1, MU2 എക്സെട്ര MUN ആണല്ലോ. അല്ലെങ്കിൽ നമുക്കിതിൽ നിന്ന് എമ്മിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ KM ഇൻറ്റു U1, U2 എക്സെട്ര UN എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ KM ഇൻറ്റു U എന്ന് എഴുതിക്കൂടെ. സോ നാലാമത്തെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് നമുക്ക് കാണേണ്ടത് 1U ആണ്. അതായത് 1 ഇൻറ്റു U1, U2 എക്സെട്ര UN ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 1U1, 1U2 എക്സെട്ര 1UN എന്ന് കിട്ടും. അതായത് 1U1 എന്ന് പറഞ്ഞാൽ U1 റിയൽ നമ്പർ ആണ്, 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, U1 എന്ന് തന്നെ കിട്ടും, ഇത് U2 എന്ന് കിട്ടും, എക്സെട്ര UN എന്ന് കിട്ടും. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് U എന്ന് കിട്ടും. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ 5 ആക്സിയംസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം മക്കളെ, Rn എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. Rn എന്ന് പറയുന്നത് വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ വെക്ടർ സ്പേസ് എന്നുള്ളത്. ഞാൻ ഈ രണ്ട് എക്സാമ്പിൾ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം രണ്ടും 0 വെക്ടർ സ്പേസും Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിന് നമ്മൾ പറയാനുള്ളത് യൂക്ലിഡിയൻ വെക്ടർ സ്പേസ് എന്നാണ്. ഈ യൂക്ലിഡിയൻ വെക്ടർ സ്പേസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിളിൽ. സോ ക്ലിയർ ആയല്ലോ. സോ നിങ്ങൾക്ക് വെക്ടർ സ്പേസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.